നമസ്കാരം. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ കേവലം 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ തളിപ്പറമ്പിൽ UDFിന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ടി.കെ. ഗോവിന്ദൻ തനിക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. 60 വർഷത്തെ CPMലെ പ്രവർത്തന പാരമ്പര്യം ഉപേക്ഷിച്ചുകൊണ്ട് ഗോവിന്ദൻ പുറത്തു വരുമ്പോൾ, അഥവാ CPM ടി.കെ. ഗോവിന്ദനെ പുറത്താക്കുമ്പോൾ, UDFിന്റെ പിന്തുണയോടുകൂടി ഇക്കുറി തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യയായ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയായ PK ശ്യാമളയ്ക്കെതിരെ, LDF സ്ഥാനാർത്ഥിയായ PK ശ്യാമളയ്ക്കെതിരെ മത്സരിക്കുന്നത് ടി.കെ. ഗോവിന്ദനാണ്. നേരത്തെ തന്നെ CPM വിട്ട് പുറത്തു പോകുന്ന ടി.കെ. ഗോവിന്ദന് CPMന്റെ ഭാഗത്തു നിന്നും വധഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വടകരയിൽ TP ചന്ദ്രശേഖരനെ വധിച്ചതുപോലെ ടി.കെ. ഗോവിന്ദൻ എന്ന വർഗശത്രുവിനെയും കുലംകുത്തിയെയും ഇല്ലാതെയാക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ടി.കെ. ഗോവിന്ദൻ തനിക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരിക്കുന്നത്. എന്നാൽ ഓരോരോ സ്ഥാനാർത്ഥികളും, കേരളത്തിലെ 140 മണ്ഡലത്തിലെ മത്സരിക്കുന്ന ഓരോരോ സ്ഥാനാർത്ഥികളും ഇതുപോലെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ഭാഗത്തേക്ക് ഒരു ഹർജിയുമായി എത്തിക്കഴിഞ്ഞാൽ എന്ത് ആണ് ചെയ്യാൻ സാധിക്കുക എന്ന് തിരിച്ച് ഹൈക്കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിന് ടി.കെ. ഗോവിന്ദന്റെ അഭിഭാഷകൻ തികച്ചും വ്യത്യസ്തമായ വസ്തുനിഷ്ഠമായ മറുപടിയാണ് നൽകിയത്. കാരണം തളിപ്പറമ്പിലെ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. 60 വർഷം CPMൽ പ്രവർത്തിച്ച CPMന്റെ സമുന്നത നേതാവായിരുന്ന ടി.കെ. ഗോവിന്ദൻ തളിപ്പറമ്പിൽ CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ ഭാര്യയായ PK ശ്യാമളയ്ക്ക് CPM സ്ഥാനാർത്ഥിത്വം നൽകിയതിനെ തുടർന്നുണ്ടായ പാർട്ടിയുടെ അന്തർ പോരാട്ടങ്ങളെ തുടർന്ന് തന്നെയാണ് CPMന്റെ നയവൈകല്യങ്ങളോട് പോരാടിക്കൊണ്ട്, അഥവാ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്നത്. ഇത് ടി.കെ. ഗോവിന്ദനെ വകവരുത്തുന്നതിനുള്ള ഒരു വൈരാഗ്യ മനസ്ഥിതി ഇടതുപക്ഷ മുന്നണിയിൽ ഉണ്ടായിരിക്കുന്നു. TP ചന്ദ്രശേഖരന്റെ മരണവും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തളിപ്പറമ്പിലെ സാഹചര്യം തികച്ചും വ്യത്യസ്തമായതിന്റെ പേരിൽ ടി.കെ. ഗോവിന്ദന് പോലീസ് സംരക്ഷണം നൽകണം എന്ന് തന്നെയാണ് ഗോവിന്ദന്റെ അഭിഭാഷകൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ ജില്ലാ മേധാവിയുടെ, അതായത് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് പ്രകാരം ടി.കെ. ഗോവിന്ദന് പോലീസ് സംരക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത്. എന്നാൽ ഏത് തരത്തിലുള്ള ഒരു പോലീസ് സംരക്ഷണമാണ് ഗോവിന്ദന് ഏർപ്പാടാക്കിയിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചു. DGPയോട് ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ രേഖാമൂലം നൽകുവാനും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ മറ്റൊരു ഹർജി കൂടി ഗോവിന്ദൻ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ADS, അതായത് ആബ്സെൻസ് ഡെത്ത് ഷിഫ്റ്റ്. ഓരോ പോളിംഗ് ബൂത്തിലും ആരൊക്കെയാണ് ആബ്സെൻസ് ആയിട്ടുള്ളത്, ആരൊക്കെയാണ് മരണപ്പെട്ടിട്ടുള്ളത്, ആരൊക്കെയാണ് ആ മണ്ഡലത്തിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് മറ്റിടങ്ങളിലേക്ക് മാറിയിട്ടുള്ളത്, ഇതിന്റെ കൃത്യമായ, അതിന്റെ ചുരുക്കപ്പേര് ADS എന്നാണ് പറയുന്നത്, ആബ്സെൻസ് ഡെത്ത് ആൻഡ് ഷിഫ്റ്റ്. ഇത്തരം കൃത്യമായ രേഖകൾ, അത് ആരൊക്കെയാണ് ആബ്സെന്റ് ഉള്ളത്, ആരൊക്കെയാണ് ഡെത്ത് ആയിട്ടുള്ളത്, ആരൊക്കെയാണ് മറ്റിടങ്ങളിലേക്ക് സ്ഥലം മാറിപ്പോയിട്ടുള്ളത്, ഇത്തരം ആളുകളുടെ കൃത്യമായ വിവരങ്ങൾ ഓരോ പോളിംഗ് ബൂത്തിലും നൽകുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായി തന്നെ മാർഗനിർദ്ദേശം നൽകണമെന്നും ഗോവിന്ദൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് വാദം കേൾക്കുന്നതിന് വേണ്ടി പിന്നീട് ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും 2 ദിവസം മാത്രമാണ് ഇനി കേരളത്തിൽ പോളിംഗ് ബൂത്തിന് അവശേഷിക്കുന്നത് എന്നതിനാൽ ഇക്കാര്യത്തിലും കൃത്യമായി തന്നെ കോടതിയുടെ ഇടപെടൽ സമയോചിതമായി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അപായപ്പെടുത്തും എന്നാണ് ടി.കെ. ഗോവിന്ദൻ ഇപ്പോൾ അഭിഭാഷകൻ മുഖേന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്റെ ജീവന് തനിക്ക് ഭീഷണിയുണ്ട്, CPMന്റെ ഭാഗത്തു നിന്നും പലപ്പോഴും തന്നെ വകവരുത്തും എന്നുള്ള ഭീഷണി ഉണ്ടായിട്ടുണ്ട്. CPM എന്ന മാതൃസംഘടന വിട്ട് RMP എന്ന പാർട്ടി രൂപീകരിച്ച TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ സാഹചര്യം ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മനസ്സിൽ പകയായി കനലായി നീറുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് ആര് പുറത്തു പോയാലും കൃത്യമായ രീതിയിൽ വകവരുത്തുക എന്നുള്ള വൈരാഗ്യ മനോഭാവത്തോടു കൂടി തന്നെ പല ആളുകളും ഇടതുപക്ഷ മുന്നണിയിൽ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് തന്നെയാണ് ടി.കെ. ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. പോളിംഗ് ദിവസം തന്നെ വകവരുത്തുവാൻ ഒരുപക്ഷെ അവർ നീക്കം നടത്തിയേക്കും. അതുകൊണ്ട് തനിക്ക് പോലീസ് സംരക്ഷണം വേണം എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ടി.കെ. ഗോവിന്ദൻ പറഞ്ഞത്. ടി.കെ. ഗോവിന്ദൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിച്ചത് ഇത് തന്നെയാണ്. കോടതി ഇക്കാര്യത്തിൽ DGPയുടെ രേഖാമൂലമുള്ള അറിയിപ്പ് ഉണ്ടാകണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും
കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ഒരു സ്ഥാനാർത്ഥിക്കും ഒരു വോട്ടർക്കും യാതൊരു തരത്തിലുള്ള ഭീഷണികളുമില്ലാതെ വിധ്വംസക പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കാതെ ശാന്തമായ രീതിയിൽ സമാധാനമായ രീതിയിൽ പോളിംഗ് നല്ല രീതിയിൽ നടത്താൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. എന്താണ് നടക്കുക എന്നുള്ളത് കണ്ടറിയാം, കാത്തിരിക്കാം.